ഇന്നലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഗീതേച്ച് വരുമെന്ന്. അല്ലമ്മേ? നീ ആ പുസ്തകം അകത്ത് വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ. വിജയിന് ചായ കൊടുക്കണം. ഞാൻ ഗീതേച്ചോട് 2 വർത്താനം പറയട്ടമ്മേ. നിങ്ങളെ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സന്തോഷിച്ച് ഉല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം കുളം തോണ്ടില്ലേ? ചെലടി മനുഷ്യനെ കുറിച്ച് മനസ്സമാധാനം എന്താ? കല്യാണം കഴിഞ്ഞിട്ട് നാളെത്രേ? ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിട്ടുണ്ടോ? നാണക്കേടുകൊണ്ട് നാത്തുമാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. അലമാര ഉണ്ടാക്കാൻ കുഞ്ഞുമ്പു ആശാരിയോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ. പറച്ചിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനിയിപ്പോ എനിക്കൊന്നും വേണ്ടമ്മേ. പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണില്ലേ ഞാൻ. നാത്തുമാരുടെ മുമ്പിൽ എനിക്ക് അത്രേ വിലയുണ്ടാവൂ. നമ്മൾ കക്കയും പിടിച്ചു പറിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ. നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത്? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛൻ ഏട്ടന്റെ പേരിൽ സ്വത്തല്ല എഴുതി വെച്ചത്. അതിന് പിരിവെടുക്കാന്നല്ലാതെ പുതിയതായിട്ട് ഏട്ടൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പറമ്പ് ലേലം, വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ? അടുത്ത ലേലം വീടായിരിക്കും. അങ്ങനെയൊന്നും പറയരുത് മോളെ. എങ്ങനെയാമ്മ പറയാതിരിക്കുക? ഈ വീടും കേസിലല്ലേ? കേസും കൂടല്ലാത്ത നേരം ഉണ്ട് ഏട്ടന്. ഗോപാലകൃഷ്ണ പണിക്കർ ഒരു കോടതി ഭ്രാന്തനാണെന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര്. ഒടുക്കത്തെ ഒരു നാത്തുമാര്. അവറ്റെടുത്തോട് വേറെ ജോലി ഇല്ലേ ഈ കുശുംപുറത്തിലല്ലാതെ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. തൊട്ടേനും പിടിച്ചതിനും കൊടയും വടിയെടുത്ത് ഇറങ്ങിക്കോളും കേസ് കേട്ട് നക്ഷത്തി വെച്ച്. അമ്മ പറ, ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാൻ. അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും. ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏട്ടനെ നീ അത്ര കൊച്ചാക്കുമൊന്നും വേണ്ട.